ഹലോ, ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന രണ്ട് പാർട്ടി വെയർ ഐറ്റംസ് കാണാം കേട്ടോ. ഒന്ന് ലെഹങ്കയും ഒന്നൊരു ഗൗണുമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഫുൾ ലെങ്ത്ത് വരുന്ന ഒരു അറബിക് സ്റ്റൈല് ഗൗണാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടൊക്കെ സ്ലിറ്റ് കൊണ്ട് അകത്ത് സ്കേർട്ട് വരുന്ന ടൈപ്പാണ്. ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാട്ടോ വരുന്നത്. കണ്ടോ, എൻ്റെ ഫ്രണ്ടിൽ സ്ലിറ്റ് വരുന്നുണ്ടോ. ഇതിൻ്റെ അകത്തൊരു ഇന്നർ സ്കേർട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം വഴിയെ. സ്ലീവ് ഇതുപോലെ ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ. സ്ലീവിൽ നമുക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇങ്ങനെ വരുന്നത് നിറച്ച് മിററും സ്റ്റോണും ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ബാക്ക് ചിലർ പ്ലെയിനായിട്ട് ഇടാറുണ്ട് റേറ്റ് കുറയുമ്പോഴേ. അങ്ങനെയൊന്നുമില്ല. ബ്ലാക്ക് തന്നെ വൈവന് ബാക്ക് മുഴുവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ടൈ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി കഴുത്തൊക്കെ വലുതാണ്. ഇതുപോലെ ടൈ വെച്ച് ടൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജാക്കറ്റിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു ഷെയ്ഡാട്ടോ, നല്ല പീസ് ഷെയ്ഡാണ്. അത്യാവശ്യം വിരിവും ഉണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ലോണം വിരിവുണ്ട്. ഇത് കാണാമല്ലോ വീഡിയോയിൽ. ഇത്രയും വിരിവും വരുന്നുണ്ട്. റേറ്റ് കുറയുമ്പോൾ മെയിനായിട്ട് വിരിവ് കട്ടാക്കും, അങ്ങനെയൊക്കെയാണ് മിക്കവരും ചെയ്ത്. അങ്ങനെയൊന്നുമില്ല. 5000 താഴെയാട്ടോ ഇത് വരുന്നത്. ഇങ്ങനെയാണ് സ്കേർട്ടിൻ്റെ പോർഷൻ വരുന്നത്. സ്കേർട്ടിലും താഴെ നല്ലോണം വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സിമിലർ നമ്മൾ ജാക്കറ്റിൽ കണ്ട വർക്ക് തന്നെയാണ് കേട്ടോ. ആ വർക്കിൻ്റെ പോർഷൻ ജാക്കറ്റിൻ്റെ താഴെ ആയിട്ട് വന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സൈഡിലൊരു സിബ് കൊടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ടിൻ്റെ സൈഡിൽ ടൈ ചെയ്യാൻ വേണ്ടി അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 3XL ഒക്കെ ഉള്ളവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളോട് സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് മെഷർ ചെയ്തിട്ട് പറയാം കേട്ടോ. കണ്ടോ, താഴത്തെ വർക്കുണ്ട്. താഴെ അതുപോലെ മിററൊക്കെ സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെയേഴ്സ് എത്ര ഉണ്ടെന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റ് ലെയർ, പിന്നെ സെക്കൻഡ് നെറ്റിൻ്റെ വരുന്നത്, പിന്നെ തേർഡ് ഒരു ലൈനിങ് വരുന്നുണ്ട്, പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ കെൻകിനില്ലേ വിതർന്നിരിക്കുന്ന സംഭവം കെൻകിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലും ഒരു ചെറിയൊരു തുണി ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലെയേഴ്സായിട്ടാണ് സ്കേർട്ട് വരുന്നത്. ആ കെൻകിനൊക്കെ കുറച്ചുകൂടെ അങ്ങോട്ട് വിതർത്തി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഫ് ലുക്കിലിരിക്കും കേട്ടോ. അപ്പോൾ ദുപ്പട്ട 2 സൈഡ് ബോർഡർ കേട്ടോ വരുന്നത്. പിന്നെ അതിൽ ചെറിയ ബൂട്ടാസൊക്കെ കൊടുത്ത് മിററില്ല കേട്ടോ. ദുപ്പട്ടയിൽ മിററും സ്റ്റോണും വെച്ചിട്ടില്ല. സിമ്പിളായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോണും മിററൊക്കെ ജസ്റ്റ് അറ്റാച്ച് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതൊക്കെ. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ജാക്കറ്റിൻ്റെ അകത്ത് വരുമ്പോൾ. പക്ഷേ ഞാനിത് ഡമ്മിയിൽ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ലുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടെടുത്തിട്ട് അപ്പോൾ ഈ ഒരു ഷെയ്ഡിൽ വന്നു. ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഞാൻ ലൈറ്റ് ഇടുമ്പം ഞാൻ എൻ്റെ സ്റ്റോണിൻ്റെയൊക്കെ ഒരു ഷൈനിങ് കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തത് കേട്ടോ. ഇനി ലൈറ്റ് ഇട്ടിട്ടുള്ളത് കറക്റ്റ് എൻ്റെ കളർ കിട്ടും. കണ്ടോ, ഈ ഒരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാട്ടോ വരുന്നത്. നിങ്ങൾക്ക് നിക്കാഹിനായിട്ടോ എൻഗേജ്മെൻറ്റായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അടുത്തൊരു വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലെഹങ്കയാട്ടോ വരുന്നത്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 2880 രൂപയുള്ളൂ ഈ ലെഹങ്കയുടെ പ്രൈസ്. നിങ്ങൾ ഞെട്ടിയില്ലേ? അത്ര റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഈ ലെഹങ്ക കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ലെഹങ്ക ബ്രൈഡലിന് യൂസ് ചെയ്യണം ഒത്തിരി ബ്രൈഡ്സ് നമ്മുടെ നാട്ടിലുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊക്കെക്കൊണ്ടാണ് ഞാൻ ഇത്ര റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇതിൽ സ്റ്റോണിൻ്റെ വർക്ക്, പിന്നെ എംബ്രോയ്ഡറിയുടെ വർക്ക്, പിന്നെ ലെഹങ്കയുടെ മെയിൻ വർക്കാണ് കോഡിങ് വർക്ക്. അതെല്ലാം ചെയ്തിട്ട് നെറ്റ് മെറ്റീരിയൽ ചെയ്താൽ കേട്ടോ. നമുക്ക് 3000 താഴെ വരുന്ന എല്ലാ ലെഹങ്കയ്ക്കും നമുക്ക് കെൻകിൻ ഉണ്ടാവും കേട്ടോ. 1 ലെയർ കെൻകിൻ. 3000 മേലോട്ട് പോകുമ്പോൾ കെൻകിൻ്റെ എണ്ണം കൂടും. കെൻകിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് നെറ്റിനാണ് അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് പീസ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളവർക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. ഇത്ര വലിപ്പമുണ്ട് ബ്ലൗസ് പീസിനെ. നോക്കി കണ്ടോ. നിങ്ങൾക്ക് സ്ലീവൊക്കെ ഒരുപാട് നീട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. മെറ്റീരിയലുണ്ട് ഇതിൽ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇച്ചിരി കൂടുതൽ വർക്കുണ്ട് ബ്ലൗസിൽ. ബാക്കൊക്കെ ബുട്ടി സ്റ്റൈലാണ് വർക്ക് വരുന്നത് കേട്ടോ. സ്ലീവിൻ്റെ പോർഷൻ എല്ലായിടത്തും ആ ചെറിയ ബുട്ടാസിൻ്റെ വർക്ക് വരുന്നുണ്ട്. ലൈനിങ് മെറ്റീരിയൽ സാറ്റൻ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. സെമി സ്റ്റിച്ചഡാണ് കേട്ടോ. അൺസ്റ്റിച്ചഡാണ് ഇത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ. സ്കേർട്ട് സെമി സ്റ്റിച്ചഡ്. 1 സൈഡ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ദുപ്പട്ട അത്യാവശ്യം ഹെവിയാണ്. ഈ 2850 രൂപയുടെ ദുപ്പട്ടയാണെന്ന് ഇത് പറയില്ല കണ്ടു കഴിഞ്ഞാൽ. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. 4 സൈഡ് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഒരു സൈഡിൽ കുറച്ച് നല്ല വീതിക്കുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല തിളക്കോടെ തലയിലൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ആ തലയിൽ നിന്ന് പോർഷൻ അത്രയും വർക്കിൽ വരുമ്പോഴേ നല്ലൊരു ലുക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടക്ക് മാത്രം കൊടുക്കണം 1500 രൂപ. അത്രയും നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന് നമ്മൾ കൂടെ കൊടുക്കുന്നത്. മെറ്റീരിയൽ കട്ടാക്കുകയോ അങ്ങനെ തുണി കുറച്ചിട്ടൊന്നുമല്ല. ഇതിന് നമുക്ക് സെക്കൻഡ് ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ലൈറ്റ് ഒരു ഗ്രീനും അല്ല, ഒരു ആകാശനീലയല്ല, ഒരു നമ്മളൊരു പേസ്റ്റ് ഷെയ്ഡാണിത്. നല്ല രസമുള്ളൊരു കളറാട്ടോ. ഈ ഒരു എക്സാക്റ്റ് ഈ കളർ തന്നെയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ കേട്ടോ. ഡമ്മിയിൽ വെച്ചിട്ട് നോക്കി. ആരെങ്കിലും പറയുമോ 3000 രൂപ താഴെയുള്ള ഒരു ലെഹങ്കയാണ് ഇരിക്കുന്നതെന്ന്? അപ്പോൾ നിങ്ങൾക്ക് ബ്രൈഡ്സ് ആരെങ്കിലുമൊക്കെ പരിചയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഡമ്മിയിൽ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു റേഞ്ചിൽ കുറച്ചുകൂടെ കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. പിന്നെ ജെന്യുവനായിട്ടുള്ള കസ്റ്റമേഴ്സ് വന്നിട്ട് പറയണമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഉണ്ടാവും, അല്ലാതെ ടൈം പാസിന് വീഡിയോ കോളിന് വരരുത്. കാരണം നമുക്ക് ഓൾറെഡി ഒത്തിരി ഈ ഡിസ്പാച്ചും കാര്യങ്ങളൊക്കെ ബാംഗിൾസിലൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനായിട്ട് ടൈം ജെന്യുവൻ ആണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ടൈം തരുന്നില്ല കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെറുതെ ചുമ്മാ കാണാനായിട്ട് ഫോട്ടോസൊന്നും ചോദിച്ച് വരാതിരിക്കുക കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കാണിച്ചത് സന്തോഷമുള്ളൂ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ടൈമില്ല. ഞാനിന്ന് വെയർ ചെയ്ത ഔട്ട്ഫിറ്റും നമ്മുടെ സ്വന്തം ഡിസൈനും നമ്മുടെ സ്വന്തമാണ് കേട്ടോ. ഇത് പ്രൊഡക്ഷനൊക്കെ ഇതിൻ്റെ എനിക്കൊരു അജ്രക്കിലൊരു ദാദ ചെയ്തു തരുന്നതാണ് ഈ ഒരു പ്രിൻറ്റും. പുള്ളിയുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കേട്ടോ. ഇതെല്ലാം ഹാൻഡ് ഡൈ ആണ്, അതുകൊണ്ട് കുറച്ച് പ്രീമിയമാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്. ഞാൻ ചുരിദാറിൻ്റെ ഇതെടുത്തിട്ടാണ് ഇതിങ്ങനെ ഗ്യാദേഴ്സൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒറ്റൊരു ഗൗണാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു.